ഗ്ലോറി ടു ഗാഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഇന്ന് രാത്രിയിൽ എല്ലാ മാന്യ പ്രേക്ഷകരെയും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം എത്ര വലിയവനാണ്, ദൈവം എത്ര സർവശക്തനാണ്. വിശുദ്ധ ബൈബിളിൽ അബ്രഹാമിനോട് യഹോവയാകുന്ന ദൈവം ഇങ്ങനെ പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. എൽ ഷദായ്. എൽ ഷദായ് എന്ന വാക്കിൻ്റെ അർത്ഥം ഓൾ മൈറ്റി ഗോഡ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്നവൻ. അതുകൊണ്ട് ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ യേശുവിനെക്കുറിച്ചാണ്, ഈ കർത്താവിനെക്കുറിച്ചാണ് നാം ശ്രദ്ധിക്കുന്നത്, കേൾക്കുന്നത്. നിങ്ങൾക്കത് അനുഗ്രഹമായിരിക്കും. നിശ്ചയമായിട്ട് ദൈവം നിങ്ങളെ മാനിക്കും. ഒരുപക്ഷെ ഈ TV പ്രോഗ്രാമിലൂടെ യേശു ജീവിക്കുന്നു എന്ന ഈ സന്ദേശത്തിലൂടെ വലിയ അത്ഭുതം കർത്താവ് നിങ്ങൾക്കായി ചെയ്യും. തുടർന്ന് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഈ രാത്രിയിൽ എനിക്കായി കർത്താവ് ഒരു അത്ഭുതം ചെയ്യുമെന്ന ഉറപ്പോടെ ദൈവവചനം കേൾക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ അല്പസമയത്തെ വചനാധ്യാനത്തിനായി എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദോഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ നിന്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ വേദഭാഗം ഒരുപക്ഷെ നമുക്ക് സുപരിചിതമാകാം, അല്ലെങ്കിൽ ആദ്യമായി നിങ്ങൾ കേൾക്കുന്നതാകാം. പക്ഷെ മറക്കരുത്, നീതിയെ ഇഷ്ടപ്പെടുന്ന, നീതീകരിക്കപ്പെട്ട, ദുഷ്ടതയെ ദ്വേഷിക്കുന്ന അല്ലെങ്കിൽ പാപത്തെ വെറുക്കുന്ന, നീതിയെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ ദൈവം അവനെ തൻ്റെ കൂട്ടുകാരിൽ, തൻ്റെ കൂടെയുള്ളവരിൽ, തൻ്റെ സഹപ്രവർത്തകരിൽ അധികമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ പല നിലയിൽ ദൈവം തൻ്റെ മക്കളെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. രാജകീയ അഭിഷേകം ചിലരുടെ മേൽ വന്നിട്ടുണ്ട്, പൗരോഹിത്യ അഭിഷേകം ഉണ്ടായിട്ടുണ്ട്, അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്കായിട്ടുള്ള അഭിഷേകം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന അഭിഷേകം ആനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകം. യുവർ ഗോഡ് ഹാസ് അനോയിന്റഡ് യു വിത്ത് ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്. ആനന്ദം കൊണ്ട് നിറഞ്ഞ അഭിഷേകത്തിൽ നിറയ്ക്കുന്നു. അപ്പോൾ നമ്മളെ വലിയ സന്തോഷത്തിലേക്ക് കർത്താവ് നടത്തുന്നു, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ അഭിഷേകം അവൻ നമ്മുടെ മേൽ തരുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സന്തോഷത്തിൻ്റെ അഭിഷേകം, സന്തോഷത്തിൻ്റെ ആത്മാവ്. പലരുടെയും ജീവിതത്തിൽ പണമുണ്ട്, സന്തോഷമില്ല. പലരുടെയും ജീവിതത്തിൽ ഭൗതികമായ സകല നന്മകളുമുണ്ട്, പക്ഷെ സന്തോഷമില്ല. പല വ്യക്തികളും പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ സന്തോഷമില്ല. പലരും കുടുംബജീവിതം നടത്തുന്നുണ്ട്, പക്ഷേ സന്തോഷമില്ല. എന്നാൽ ദൈവം നമുക്ക് ഓഫർ ചെയ്യുന്ന, സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ജീവിതം സന്തോഷകരമായ ജീവിതമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ, യഹോവയുടെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തുണ്ട്? സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. പൗലോസ് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവീൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം. അപ്പോൾ നാം സന്തോഷിക്കണം, ക്രിസ്തുവിൽ നാം ആനന്ദിക്കണം എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു നയീൻ എന്ന പട്ടണത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഒരു വിധവ തൻ്റെ ഏക മകൻ നഷ്ടപ്പെട്ടത് അറിഞ്ഞ് അവൾ പൊട്ടിക്കരയുകയാണ്. അവൾ വിധവയായിരുന്നു, ഒരേ ഒരു പൈതലേ ഉള്ളായിരുന്നു, അവൻ മരിച്ചുപോയി. എന്നാൽ ഇപ്പോൾ അവൾ വിധവയല്ല, ഇപ്പോൾ അവൾ അനാഥയാണ്, ആരുമില്ലാത്തവളാണ്. അവൾ കരയുന്നത് കണ്ടപ്പോൾ യേശു പറഞ്ഞ വാക്ക്, സ്ത്രീയെ കരയണ്ട, സ്ത്രീയെ കരയണ്ട. ഇന്ന് ഈ രാത്രിയിൽ ദീർഘനാളുകളായി വിവിധ ഭാരങ്ങളുടെ, പ്രശ്നങ്ങളുടെ, വേദനയേറുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ കണ്ണുനീരോടെ കരഞ്ഞു നിലവിളിക്കുന്ന ചിലരിനെ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഈ വിലാപത്തെ അവന് നൃത്തമാക്കാൻ കഴിയും, നിങ്ങളുടെ കണ്ണുനീരിനെ അവന് സന്തോഷമാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, സ്വർഗത്തിൽ നാം ചെല്ലുമ്പോൾ, കർത്താവിൻ്റെ അരികിൽ എത്തുമ്പോൾ, അന്നാളിൽ അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും, ദുഃഖം എന്നേക്കുമായി ഇല്ലാതെയാക്കും. സന്തോഷം കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കും.
എന്നാൽ ഇവിടെ പൗലൂസ് പറയുന്നു, ഞാൻ നിങ്ങളെ ആനന്ദ തൈലം കൊണ്ട്, സ്വർഗത്തിലെ ദൈവം നമ്മളെ ആനന്ദ തൈലം, സന്തോഷത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ പകരുന്നു. ഇതെങ്ങനെയാണ് ഈ സന്തോഷം നമുക്ക് ലഭിക്കുന്നത്? സന്തോഷം നമുക്കുണ്ടാകണമെങ്കിൽ നമുക്കൊന്നാമതുണ്ടാകേണ്ടത് സമാധാനമാണ്. സമാധാനം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട് അവനെ കല്ലറയിൽ അടക്കി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെ തിരക്കി പലരും പുറപ്പെടാൻ തുടങ്ങി. പത്രോസ് അതുകൊണ്ടാണ് തള്ളിപ്പറഞ്ഞത്. കാരണം യേശുവിൻ്റെ കൂടെ നടന്നവർ, യേശുവിനെ അനുഗമിച്ചവർ ആരൊക്കെയെന്ന് അവർ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹൂദന്മാരെ പേടിച്ച്, യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ യഹൂദന്മാരെ പേടിച്ച് അവർ വാതിലടച്ചിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ വന്ന് നിന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന ഈ വാക്ക് ശിഷ്യന്മാർ കേട്ടപ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്നു, അവർ സന്തോഷിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് യഹൂദന്മാരെ പേടിച്ച് അവർ വാതിലടച്ചിരുന്നു എന്നാണ്. പേടിച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ യേശു വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സമാധാനമുണ്ടായി. അപ്പോൾ അവർ സന്തോഷിച്ചു. അപ്പോൾ സന്തോഷത്തിൻ്റെ കാരണം സമാധാനമാണ്. സമാധാനമുള്ള ഹൃദയമുള്ളവർക്ക് സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ. ഏതെങ്കിലും സിനിമയിലോ ഏതെങ്കിലും മറ്റ് നടന്മാരോ അവർ ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ സന്തോഷിച്ച് കാണിക്കുമ്പോൾ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ നിരാശരാണ്. അവർ സന്തോഷിക്കുവാൻ വേണ്ടി അഭിനയിക്കുകയാണ്. പലരും ഇന്ന് അവരെ പോലെ സന്തോഷം അഭിനയിക്കുന്നവരാണ്. എന്നാൽ യഥാർത്ഥമായി ദൈവിക സമാധാനമുള്ളിലുള്ള കർത്താവ് എന്നെ കൈവിടുകയില്ല, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അതെൻ്റെ മീതെ ഒഴുകില്ല, തീയിലൂടെ നടന്നാൽ എൻ്റെ കാല് വെന്തുപോകില്ല, അഗ്നിജ്വാലയ്ക്ക് എന്നെ ദഹിപ്പിക്കുവാൻ കഴിയുകയില്ല, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ ദൈവത്തിൻ്റെ വാക്കോ വചനങ്ങളോ വാഗ്ദത്തങ്ങളോ മാറിപ്പോകത്തില്ല. മനുഷ്യരെന്നെ കൈവിട്ടാലും യേശുവിനെ കൈവിടില്ല. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും എൻ്റെ യേശുവിനെ മറക്കില്ല. ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളി ചെയ്ത യേശു എൻ്റെ കൂടെയുണ്ടെന്നും അവൻ്റെ കൃപ എന്നിൽ നിറഞ്ഞിരിക്കുന്നുവെന്നും എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നും ഉള്ള സമാധാനം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എനിക്ക് ആത്മീയമായി സന്തോഷിക്കാൻ കഴിയും, എനിക്ക് ഭൗതികമായി സന്തോഷിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയും. അപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ അവർക്ക് സമാധാനത്തെ കൊടുത്തു. ഇന്ന് ഈ രാത്രിയിൽ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ യേശുവിൻ്റെ വാക്കുകൾക്ക് നിങ്ങളെ സമാധാനിപ്പിക്കാൻ കഴിയും. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് ഈ ലോകത്തിൽ പറഞ്ഞ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. നിങ്ങളുടെ ജീവിതം തകർന്ന് അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായി രോഗം പിടിപെട്ട് സമാധാനമില്ലാതെ നിങ്ങളെന്നെ കേൾക്കുന്നെങ്കിൽ സഹോദരങ്ങളെ, യേശുവിൻ്റെ സമാധാനം, നിത്യമായ സമാധാനം, നിലനിൽക്കുന്ന സമാധാനം കർത്താവ് നിങ്ങളുടെ മേൽ പകരുക. നിങ്ങളുടെ ഭർത്താവ് മദ്യപിച്ച് നിങ്ങളുടെ ഭവനത്തിൽ വഴക്കുണ്ടാക്കി, കുഞ്ഞുങ്ങളെ തല്ലി നിങ്ങളുടെ ഭവനം ഒരു വലിയ തകർന്നുടഞ്ഞ അനുഭവത്തിൽ വേദനയോടെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ കരയുന്ന വ്യക്തിയാണെങ്കിൽ സഹോദരി, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, ലോകം തരാത്ത സമാധാനം യേശു നിങ്ങൾക്ക് തരുന്നു, ലോകം തരാത്ത സന്തോഷം യേശു നിങ്ങൾക്ക് തരുന്നു, ലോകം തരാത്ത വിടുതൽ യേശു നിങ്ങൾക്ക് തരുന്നു. അവൻ്റെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സമാധാനമുണ്ടാകുന്നു. നിൻ്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തത് എന്തുകൊണ്ടാണ്? ഈ സന്തോഷം നിനക്ക് ലഭിച്ചത് എവിടുന്നാണ്? നീ നീതിയെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 26-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യേശു നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനുമാകുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെടുന്നു. അപ്പോൾ ഞാൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. രാത്രി ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തോട് ഉള്ള സമാധാനം. 3 നിലയിൽ നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയും. 1, ദൈവത്തോടുള്ള സമാധാനം. 2, ദൈവം തരുന്ന സമാധാനം. 3, നമ്മുടെ ജീവിതത്തെ നാം
ക്രമീകരിക്കുന്നതിനാൽ ഉണ്ടാകുന്ന സമാധാനം. ദൈവത്തോടുള്ള സമാധാനം എങ്ങനെ ലഭിക്കുന്നു? കുറ്റബോധമില്ലാത്ത നീതിബോധമുള്ള ഹൃദയം നമുക്ക് എങ്ങനെ ലഭിക്കുന്നു? മനുഷ്യർക്കോ പിശാചിനോ മതത്തിനോ വ്യക്തികൾക്കോ സമുദായത്തിനോ സഭകൾക്കോ ഒരു മനുഷ്യരേക്കും നിങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയാതെ, അവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും നിങ്ങൾ കുറ്റക്കാരനാകാതിരിക്കുന്ന നിലയിലുള്ള നീതീകരണമാണ് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകിയത്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനം എന്ന് പറയുവാൻ ഒരു മനുഷ്യർക്കും കഴിയുകയില്ല. നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്നവൻ ആർ എന്ന് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവം നിങ്ങളെ നീതീകരിച്ചെങ്കിൽ, ദൈവം നിങ്ങളെ ശുദ്ധീകരിച്ചെങ്കിൽ, കുറച്ചും കൂടെ ആഴത്തിൽ പറഞ്ഞാൽ സർവശക്തനാകുന്ന ദൈവം നിങ്ങളെ അംഗീകരിച്ചാൽ മറ്റൊരു അംഗീകാരം നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾക്ക് ജയത്തോടെ ജീവിക്കാൻ കഴിയും. ഈ ലോകത്തിലെ ആരും നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ പ്രഭു പൈശാചിക ശക്തികൾ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ, നിങ്ങൾക്കെതിരെ ദോഷം വിധിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, സ്വർഗത്തിലെ ദൈവം തൻ്റെ പരിശുദ്ധ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തു, അവൻ നിങ്ങളെ നീതീകരിച്ചു, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമത്രേ. അപ്പം നീതി വെളിപ്പെട്ടാൽ സമാധാനമുണ്ടാകും, സമാധാനമുണ്ടെങ്കിൽ സന്തോഷമുണ്ടാകും. ഒന്നുകൂടി ഞാൻ ആ വാക്ക് പറയാം. സർവശക്തനാകുന്ന ദൈവം എന്നെ നീതീകരിച്ചിരിക്കുന്നു. എങ്ങനെ ഞാൻ നീതീകരിക്കപ്പെടുന്നത്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. റോമർ 3:26. യേശു നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനുമാകുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ ഞാൻ നീതീകരിക്കപ്പെട്ടവനായി. എൻ്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിക്കും. നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പാപം ചെയ്തവരാകാം, നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായി കാണാം, നിങ്ങൾ തെറ്റുകൾ ചെയ്ത് കാണാം, അറിവില്ലായ്മയുടെ കാലത്തിൽ നിങ്ങൾ ഒത്തിരി ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചവരായിരിക്കാം. എന്നാൽ ക്രിസ്തു യേശുവിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ, നിങ്ങൾ യേശു ക്രിസ്തുവിലായി കഴിയുമ്പോൾ, ബൈബിൾ പറയുന്നു, ഇപ്പോഴോ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പിന്നെ ക്രിസ്തു യേശുവിലുള്ളവർക്ക് എന്താ ഉള്ളത്? ബൈബിൾ പറയുന്നു, ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, മരത്തിൻ്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ കിടന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ ക്രിസ്തു യേശുവിൽ ജാതികളുടെ മേൽ വരേണ്ടതിന് തന്നെ. അപ്പോൾ യേശുവിൽ ഞാൻ ആയപ്പോൾ എൻ്റെ കഴിഞ്ഞ കാലത്തെ പാപങ്ങളെ അവൻ വിമോചിപ്പിച്ചു. പിന്നെന്നാ ചെയ്തു? യേശുവിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ എൻ്റെ മേൽ പകർന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ ജീവിതം പരാജയത്തിൻ്റെ ജീവിതമല്ല, അത് ജയത്തിൻ്റെ ജീവിതമാണ്. കഷ്ടതകൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം, നിന്ദകൾ ഉണ്ടാകാം, നിങ്ങൾക്കെതിരെ ദോഷം ചെയ്യുന്നവരുണ്ടാകാം. പക്ഷേ അന്തിമ ജയം പിശാചിൻ്റേതല്ല, അന്തിമ ജയം ദൈവത്തിൻ്റേതാ. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഭവനത്തിനെതിരെ, നിങ്ങളുടെ ശുശ്രൂഷയ്ക്കെതിരെ, നിങ്ങളുടെ കുടുംബത്തിനെതിരെ പിശാച് നന്നായി ഈ ദിവസങ്ങളിൽ ഫൈറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ മനസ്സിലാക്കുക, വലിയ കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുക. ഇവിടം കൊണ്ടൊന്നും തീരത്തില്ല. ആമേൻ. ഒരു വെള്ളിയാഴ്ച ക്രൂശിക്കാനുണ്ടെങ്കിൽ ഒരു ഞായറാഴ്ച ഉയർപ്പിക്കാനുണ്ട്. ഒരു ക്രൂശീകരണം ഉണ്ടെങ്കിലേ ഒരു ഉയർപ്പുള്ളൂ. യേശു അപ്പത്തെ നുറുക്കി. അപ്പത്തെ എന്തിനാണ് യേശു നുറുക്കിയത്? ബൈബിൾ പറയുന്നു, 7 അപ്പം അവൻ നുറുക്കി, 5 അപ്പം അവൻ നുറുക്കി. ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവൻ 5 അപ്പം നുറുക്കി, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 7 അപ്പം നുറുക്കി. അവിടെല്ലാം ആ നുറുക്കത്തിന് ശേഷം തകർച്ചയല്ലായിരുന്നു, വർധനമായിരുന്നു. അപ്പോൾ ദൈവം നമ്മെ നുറുക്കുന്നത് തകർത്ത് കളയാനല്ല, വർദ്ധിപ്പിക്കാനാ. ശുശ്രൂഷയിൽ നിങ്ങൾ നുറുങ്ങുന്നുണ്ടോ? കുടുംബജീവിതത്തിൽ നുറുങ്ങുന്നുണ്ടോ? ജോലി ചെയ്യുന്നിടത്ത് നുറുങ്ങുന്നുണ്ടോ? ഏതെങ്കിലും മേഖലയിൽ നുറുക്കം അനുഭവിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, ഒരു വലിയ വർധനവ് എല്ലായിടത്തും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് അയക്കാൻ പോകുക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദുഃഖത്തോടെ ഇരിക്കുന്ന കാണുവാൻ പിശാച് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രി ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം കാണാൻ, സമാധാനം കാണാൻ, അനുഗ്രഹം കാണാൻ യേശു ആഗ്രഹിക്കുന്നു. അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമായി പിശാച് വന്നപ്പോൾ നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനുമാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ വിശ്വസിക്കുക. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ഗനസരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പത്രോസ് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീനെ പോലും ലഭിക്കാതെ അവൻ വേദനപ്പെട്ട് നിൽക്കുമ്പോൾ പത്രോസിനോട് യേശു പറയുന്നു, ശിമോനെ, നിന്റെ വല നീ ആഴത്തിലേക്ക് വീശുക.
ശിമോൻ പത്രോസ് യേശുവിനോട് പറയുന്നു, നാഥ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എനിക്കൊന്നും ലഭിച്ചില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശുവിൻ്റെ വാക്ക് അവൻ അനുസരിച്ചപ്പോൾ പെരുത്ത മീൻകൂട്ടം അവൻ്റെ വലയിൽ അകപ്പെട്ട് വല കീറാറായി. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്നത്തെ നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കാൻ കർത്താവ് മതിയായവനാ. പ്രിയമുള്ളവരെ, സ്നേഹത്തോടെ പറയാം, വിതയ്ക്കാനൊരു കാലമുണ്ടെങ്കിൽ കൊയ്യാനൊരു കാലമുണ്ട്. വിലപിക്കാനൊരു കാലമുണ്ടെങ്കിൽ ബൈബിൾ പറയുന്നു നൃത്തം ചെയ്യാനൊരു കാലമുണ്ട്. അപ്പോൾ വിലപിച്ചവരാ നൃത്തം ചെയ്യുന്നേ, വിലപിച്ചവരാ നൃത്തം ചെയ്യണ്ടേ. ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റി സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ജയം തരും. നിങ്ങൾ ഒരു കാര്യം അറിയുക, വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ്. ദൈവം എന്നെ അംഗീകരിച്ചു, ദൈവം എന്നെ നീതീകരിച്ചു എന്നുള്ളതാ എൻ്റെ സമാധാനം. സ്തോത്രം. ഞാൻ പാപിയായിരുന്നു, ഞാൻ കുറവുള്ളവനായിരുന്നു, ഞാൻ തെറ്റുകൾ ചെയ്തു, എന്നാൽ ദൈവം എന്നെ കുറ്റപ്പെടുത്തുന്നില്ല, അവൻ എന്നെ നീതീകരിച്ചു. ഒരു മാസത്തേക്കല്ല, ഒരു കൊല്ലത്തേക്കല്ല, 10 വർഷത്തേക്കല്ല, മരണം വരെയും അവൻ എന്നെ നീതീകരിച്ചിരിക്കുക. നിത്യതയോളം അവൻ എന്നെ നീതീകരിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ടെലിവിഷൻ പ്രോഗ്രാം പറയട്ടെ, ആ വിശ്വാസത്താലുള്ള, യേശു ക്രിസ്തുള്ള വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വലിയ സമാധാനമുണ്ടാകും. ആ സമാധാനത്താൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും. എല്ലായിടത്തും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, ഞങ്ങളുടെ സന്തോഷത്തെ, ഞങ്ങളുടെ സമാധാനത്തെ വന്നതിനോ വരാനുള്ളതിനോ യാതൊന്നിനും ഈ യേശുവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കാൻ ഒക്കത്തില്ല. കാരണം ഞങ്ങൾ കർത്താവിനെ ടെസ്റ്റ് ചെയ്തവരല്ല, ഞങ്ങളവനെ ടേസ്റ്റ് ചെയ്തവരാ. യഹോവ നല്ലവനെന്ന് പരിശോധിച്ചറിഞ്ഞവരല്ല, യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവരാ. വേദനയുടെ ഭാഗത്തേക്ക് കൈവച്ചാട്ടെ. അലർജി, മൈഗ്രെയിൻ, തലവേദനയുള്ളവർ എന്റെ മധ്യയുണ്ട്. അവർ കരമുയർത്തി പിടിച്ചോ. മൈഗ്രെയിൻ, നിങ്ങൾ മൈഗ്രെയിൻ ഹീലാകാൻ പോകുകയാണ്. നിങ്ങളുടെ ശിരസിലേക്ക് കരങ്ങൾ വെച്ചാട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഷീബ, സിസ്റ്റർ ഷീബ, your name is Sheba? Yes. Your name is Sheba? ഷിബ, പരിശുദ്ധാത്മ നിന്നോട് പറയുന്നു, വർഷങ്ങളായിട്ടുള്ള നിന്റെ മൈഗ്രെയിൻ ഇന്ന് രാത്രി യേശു സൗഖ്യമാക്കുന്നു. ഷിബ, you have the migraine? How many years you have that? From childhood. From childhood? Now you are healed. ഷിബ, കർത്താവ് ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുന്നു. ഷിബ, Remo no cosenta la 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 la. സിബിയോട് കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, സിബി, നിന്റെ ഭാവിയെ ഓർത്ത് ഇന്ന് രാത്രി നീ ഭാരത്തോടെ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ യേശു സിബി നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. Brother Sibi. Sibi, your name is Sibi? ഇന്ന് രാത്രി പരിശുദ്ധാത്മ സിബി എന്നൊരു പേര് വെളിപ്പെടുത്തിയത് എത്ര പേർ കേട്ടു? സിബി എന്തുവായിരുന്നു? സിബി ഇപ്പൊ എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ആ വാക്ക് തന്നെ പറഞ്ഞു, സിബി, നിന്റെ ഫ്യൂച്ചറിനായി ദൈവം പ്രവർത്തിക്കുന്നു. എത്ര പേരത് കേട്ടു? അതേ പറഞ്ഞ എന്റെ ഫ്യൂച്ചറിനെ ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നു. എന്നാൽ ഇന്ന് രാത്രി സിബി, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത അത്ഭുത വിടുതൽ കർത്താവ് അയച്ചിരിക്കുന്നു. മോള് കണ്ണാടി വെച്ചോണ്ടാണ് വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ മോക്ക് പൂർണ്ണമായി കാണാൻ സാധിക്കുന്നു. കണ്ണാടി കൂടി മാറിയിരിക്കുന്നു. ഈ മോളുടെ പേരൻസ് ഉണ്ടോ ഇവിടെ? കണ്ണിന് കാഴ്ചയുടെ ബുദ്ധിമുട്ടാണ്. എത്ര പോയിന്റാ? 2 പോയിന്റ്. കാണത്തില്ല കണ്ണാടി ഊരിയാവക്ക അക്ഷരങ്ങള്. യെസ്, ഇതെടുത്തേ, ഇംഗ്ലീഷ് വായിച്ചേ. Miracle Crusade opening prayer, Pastor T.G. George, 7:30 p.m. എത്ര വർഷമായിട്ട് കുഞ്ഞിനെ എങ്ങനെ കാണാൻ പറ്റത്തില്ലായിരുന്നു? സ്പെക്സ് ഇല്ലാതെ 6 വർഷം. 6 വർഷമായി.
മോളെ പ്രാർത്ഥിച്ചപ്പോൾ എന്തോ സംഭവിച്ചേ? ഞാൻ വായിക്കാൻ നോക്കി, എനിക്കപ്പോൾ വായിക്കാൻ ക്ലിയർ ആയിട്ട് കിട്ടി. ഉറക്കെ പറ, കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പറ്റിയോ? ആ, നോക്ക്, നേരത്തെ കണ്ണാടി ഇല്ലാതെ നോക്കുമ്പോ എങ്ങനെയായിരുന്നു അക്ഷരങ്ങൾ കണ്ടോണ്ടിരുന്നത്? ഡബിൾ ലെറ്റേഴ്സ് ആയിട്ട് തോന്നുന്നു. ഡബിൾ ലെറ്റേഴ്സ് ആയിരുന്നു. ഇപ്പൊ നോക്കുമ്പോഴോ? പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. നീതിയെ ഇഷ്ടപ്പെടുകയും പാപത്തെ നിങ്ങൾ വെറുക്കുകയും ചെയ്താൽ നിങ്ങളുടെ കൂട്ടുകാരിൽ പരമായി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നു. പാപത്തോട് വിട പറയുക, ലോകസ്നേഹത്തോട് വിട പറയുക. നിങ്ങൾക്ക് ലാഭമായിരിക്കുന്ന എല്ലാ പാപങ്ങളെയും നിങ്ങൾ ചപ്പന്നും ചവറന്നും വേണ്ടി ഇന്ന് രാത്രി പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് ഈ രാത്രിയിൽ ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ തരുന്നു. അങ്ങയുടെ അഭിഷേകത്താൽ, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ, അങ്ങയുടെ കൃപയാൽ നീ ഇവരെ നിറച്ചാട്ടെ. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും സ്വർഗം ഇവരെ വിടുവിച്ചാട്ടെ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതൽ സ്വർഗത്തിലെ ദൈവം ഇവരുടെ മേൽ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ കർത്താവെ, ഇന്ന് സന്തോഷമില്ലാതെ പണം ഉണ്ട്, പ്രതാപമുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും യഥാർത്ഥമായ സന്തോഷമില്ലാതെ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയാതെ ദുഃഖത്തോടെ ഭാരത്തോടെ ചിലരിനെ കേൾക്കുന്നു. ഇപ്പോൾ അങ്ങയുടെ കരം അവരുടെ മേൽ ഇറങ്ങണമേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അവരുടെ കുടുംബത്തിനകത്ത് അവർ നിരാശപ്പെടുകയാണ്. പലരും അവരെ ഉപേക്ഷിച്ചിരിക്കുന്നു, പലരും അവരെ മനസ്സിലാക്കുന്നില്ല. എന്നാൽ യേശുവേ, നീ അവരെ ഉള്ളതുപോലെ അറിയുന്നു, നീ അവരുടെ ഹൃദയത്തിലെ വേദന അറിയുന്നു. അങ്ങയുടെ കരം ഇപ്പോൾ അവരെ സ്പർശിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരൊരു അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനാകുന്ന ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ളതിനെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ ഓർക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചറിയിക്കണം. അതുപോലെ നിങ്ങളുടെ കത്തുകൾ ഞങ്ങൾക്ക് അയയ്ക്കുക, ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഞായറാഴ്ച ആരാധന നിങ്ങൾ കടന്നു വരണം. കടന്നു വന്നുകൊണ്ടിരിക്കുന്നതിനുള്ള നന്ദി, സ്നേഹം അറിയിക്കുന്നു. നിങ്ങളുടെ കുടുംബം അതിന് അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഈ സഭയ്ക്ക്, ഈ ശുശ്രൂഷയ്ക്ക്, ഈ മിനിസ്ട്രിക്ക് അനേക ആവശ്യങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട്. ഒരു പ്രത്യേക കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഈ ടെലിവിഷൻ മിനിസ്ട്രി, ടെലിവിഷൻ പ്രോഗ്രാമുകൾ അനേക രാജ്യങ്ങളിൽ, അനേക പട്ടണങ്ങളിൽ ഇരിക്കുന്നവർക്ക് വലിയ അനുഗ്രഹമാകുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം ഒരു മനുഷ്യന് എത്ര പേരോട് സുവിശേഷം അറിയിക്കാൻ നോക്കും? വീടുകൾ കയറി സുവിശേഷം അറിയിച്ചാൽ ഒരു ദിവസം കൂടിപ്പോയാൽ 30 വീടുകളിൽ സുവിശേഷം അറിയിക്കാൻ പറ്റും. അതും നല്ലവണ്ണം സുവിശേഷം പറഞ്ഞ് പ്രാർത്ഥിച്ചിറങ്ങാൻ ഒക്കത്തില്ല. ചുരുക്കം പേരോടെ അറിയിക്കാനൊക്കത്തുള്ളൂ. ഒരു ദിവസം എത്ര രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി കഴിയും? കുറച്ച് പേർക്ക് വേണ്ടി. എന്നാൽ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ, മീഡിയയിലൂടെ ചെയ്യുന്നത് ഒരേ സമയം അനേക രാജ്യങ്ങളിൽ, അനേക പട്ടണങ്ങളിൽ ഇരിക്കുന്ന, അനേക കുടുംബങ്ങളിലിരിക്കുന്ന ആയിരങ്ങളോട് ഒരേ സമയം സുവിശേഷം അറിയിക്കുക, 10,000 കൊണ്ട് പ്രാർത്ഥിക്കുക, ലക്ഷക്കണക്കിന് ജനങ്ങൾ രക്ഷിക്കപ്പെടുക. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ചെന്നപ്പോൾ അനേക ആൾക്കാർ, യേശു ആരെന്ന് പോലും അറിഞ്ഞിട്ടില്ലാത്തവർ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുകയും അവർ കർത്താവിലേക്ക്, യേശുവിലേക്ക് വരികയും ചെയ്തു. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ഹിന്ദിയിൽ ജീസസ് ഈസ് അലൈവ് എന്ന പ്രോഗ്രാം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോടിക്കണക്കിന് ജനങ്ങൾ ഇനിയും യേശുവിനെ അറിയാനുണ്ട്. ഹിന്ദിയിൽ ഈ പ്രോഗ്രാം മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലോട്ടോ, ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലോട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ദൈവവചനം ശുശ്രൂഷിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള ജനത്തെ റീച്ച് ചെയ്യാൻ ഈ പ്രോഗ്രാം CTVയിൽ ആരംഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പ്രപ്പോസൽ കൊടുത്തു. സ്ലോട്ട് അവൈലബിൾ ആണെന്ന് അറിഞ്ഞു. നിശ്ചയമായിട്ടും പ്രിയപ്പെട്ടവരെ, ഒരു വലിയ എമൗണ്ടാണ് ആ ചാനലുകാർ ചോദിക്കുന്നത്. പക്ഷേ 1 ലക്ഷം രൂപയ്ക്കോ 65,000 രൂപയ്ക്കോ ഒരാത്മാവിൻ്റെ വിലയ്ക്ക് തുല്യമാകുന്നില്ല. ഒരാത്മാവിൻ്റെ വില മുഴു ലോകത്തേക്കാൾ വിലയുള്ളതാണ്. അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ ഈ സുവിശേഷം അറിയാനുള്ളപ്പോൾ നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന സാമ്പത്തിക നന്മ ഈ ശുശ്രൂഷയോട് നിങ്ങൾ കൂട്ടായ്മ കാണിക്കാൻ ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നിശ്ചയമായിട്ടും ഇതൊരു വ്യക്തിക്ക് വേണ്ടിയല്ല, ഇതൊരു സംഘടനയ്ക്ക് വേണ്ടിയല്ല, ദൈവരാജ്യത്തിന് വേണ്ടി, ലോകം മുഴുവൻ സുവിശേഷം അറിയാൻ വേണ്ടി നിശ്ചയമായിട്ടും ഈ ശുശ്രൂഷകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന സാമ്പത്തികമായ നന്മകൾക്ക് സഭയും ഞങ്ങളും വിശ്വസ്തരായിരിക്കും. നിശ്ചയമായും നിങ്ങൾ പണം അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടിനു
ജോർജിൻ്റെ പേരിൽ ആരും പണം അയക്കരുത്. അയച്ചാൽ മാറത്തില്ല. കാരണം ഇവിടെ വരുന്ന എല്ലാ ചെക്കുകളും എല്ലാ മണി ഓർഡറുകളും ജീസസ് ഈസ് എലൈവ് അല്ലെങ്കിൽ എൽ ഷദായ് മിനിസ്ട്രിയുടെ പേരിലാണ് മാറുന്നത്. നോട്ട് ചെയ്യുക, എൽ ഷദായ് മിനിസ്ട്രി. എൽ ഷദായ് മിനിസ്ട്രിയുടെ പേരിലാണ് നിങ്ങൾ പണം അയക്കേണ്ടത്. നിശ്ചയമായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൽ ഷദായ് മിനിസ്ട്രിയുടെ പേരിൽ നിങ്ങൾ അയക്കുന്ന ആ ചെക്കുകൾ, പണം, മണി ഓർഡറുകൾ, നിശ്ചയമായ അതിൻ്റെ റെസിപ്റ്റുകൾ ഞങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് അയച്ചു തരികയും നിങ്ങൾ നൽകുന്ന സാമ്പത്തിക നന്മകൾ ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ഉപയോഗിക്കുകയും ചെയ്യും. നിശ്ചയമായിട്ടും ഈ ശുശ്രൂഷ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. വലിയ ആത്മീയ ഭൗതിക സന്തോഷം കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കും. സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരങ്ങളും നൽകപ്പെട്ട നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. കൊട്ടാരക്കര ജീസസ് ഈസ് എലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതലിൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്നു വരുന്നു. ഈ മീറ്റിംഗുകളിൽ അനേകം രോഗികളെ യേശു സൗഖ്യമാക്കുന്നു. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ കടന്നു വരിക. സമാധാനവും സൗഖ്യവും വിടുതലും പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ജീസസ് ഈസ് എലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 9, കൊട്ടാരക്കര. ഫോൺ 0474 329 889. മൊബൈൽ 999474 84846. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല.